ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാൻ പോണത് ഒരു കാട്ടിലുള്ളൊരു കുഞ്ഞു വീടാണ് കേട്ടോ. ഒരുപാട് പുല്ലുകൾക്കിടയിലുള്ള ഒരു കുഞ്ഞു വീട്, എൻ്റെ അനിയത്തിൻ്റെ വീടാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് സമയം ഡ്യൂട്ടി ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ, ഇന്ന് അങ്കണവാടിയില്ല. അപ്പോൾ ചെറിയൊരു ഡ്യൂട്ടി രാവിലെ എനിക്കുണ്ടായിരുന്നു. അങ്കണവാടി അല്ല, പ്രൈവറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ടാണ് ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കി ഉച്ചമ്പത്തിനുള്ള ചോറും കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഭയങ്കര നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ. ഒരുപാട് എന്താ പറയുക, ഓലപ്പുല്ലുകൾ വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ പച്ച കളറായെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അനിയത്തി വിളിക്കുന്നുണ്ട്, ഇപ്പോൾ വന്നോ? ഇപ്പോൾ ശരിക്കും ക്ലിയർ ആയിട്ട് കാണണമെന്നില്ല, ഉണങ്ങിയിട്ടുണ്ട്. ഒരു മഞ്ഞ കളറോട് കൂടിയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ വന്നോ, എന്നാൽ എനിക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അനിയത്തി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഡ്യൂട്ടിക്ക് പോയത്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം ആണ് ഇപ്പോൾ ഞാൻ ഈ പണി എടുക്കുന്നത് കേട്ടോ. ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് കുഞ്ഞാനാകാക്കുള്ളത്. അതുണ്ടാക്കിയിട്ടാണ് ഞാൻ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെയും കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നനയ്ക്കും പിടിക്കും പുല്ലരിക്കൊക്കെ വേണം. അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് എൻ്റെ അനിയത്തിൻ്റെ വീടിൻ്റെ അവിടേക്ക് പോവാം, ഇവിടെയുള്ള ഈ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് റൈസ് കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. കാരണം നേരം വൈകി കേട്ടോ, ഒരുപാട് നേരം വൈകി. കാരണം ഞാൻ രാവിലെ എല്ലാ ജോലി എടുത്തിട്ടാണ് പോകല്. അപ്പോൾ ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടികൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. കുറച്ച് കുട്ടികളുണ്ട് ചെട്ടിപ്പാടത്ത്. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ട്യൂഷൻ എടുത്തിരുന്ന മക്കളാണ്. അപ്പോൾ അവരുടെ രക്ഷിതാക്കൾ അവർ ഗൾഫിലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ വേഗം അത് മനസ്സിലാക്കും, പഠിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നെ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതായിരുന്നു. രാവിലെ തന്നെ ഞാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, എനിക്ക് അതിന് ട്യൂഷൻ എടുത്ത് കൊടുക്കാനുള്ള അത്രയും വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ എനിക്കറിയണത് പോലെ എനിക്ക് +2 മാത്രമേ ഉള്ളൂ കേട്ടോ. +2 തന്നെ ഞാൻ തുല്യത എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ മോളോടും അതുപോലെ മറ്റ് ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് തർജ്ജമ ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് ഈ കുഞ്ഞു മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിനുള്ള പ്രതിഫലം എനിക്ക് തരും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് 2 ആഴ്ചക്കൊക്കെയുള്ള ഹോംവർക്കൊക്കെ അങ്ങോട്ട് കൊടുക്കലാണ്. അപ്പോൾ അത് ഭംഗിയിൽ ചെയ്യും. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് പോയി നോക്കിയാൽ മതി, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണക്കമീൻ തക്കാളിയൊക്കെ ഇട്ടിട്ട് പുളിയൊക്കെ ഒഴിച്ചിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ കറി കുഞ്ഞാടേക്കാക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ കറിയാണ് ഇന്ന് ചോർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുഞ്ഞാടേക്ക മാന്തൾ മീൻ വാങ്ങിയിരുന്നു, അത് പൊരിച്ചിട്ട് അത് ഗ്യാസിന് വേണ്ടി ഞാൻ പൊരിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇന്ന് നേരം വഴുകി 11:45 ഞാൻ വീട്ടിലെത്തുമ്പോൾ രാവിലെ ഞാൻ അങ്ങോട്ടേക്ക് മക്കളെടുത്തേക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഞാൻ ട്യൂഷൻ എടുത്തിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് എല്ലാവരും വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് അവിടുന്ന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും മിഠായിയൊക്കെ തന്നു. അവർ ഗൾഫിലായിരുന്നു, 2 മക്കളും ഗൾഫിലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വക കുറച്ച് ചോക്ലേറ്റ് മിഠായികൾ അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് തന്നു. പിന്നെ അവർക്ക് കുറച്ച് ഹോംവർക്ക് കാര്യങ്ങൾ നോട്ടുബുക്കിൽ ഞാൻ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എപ്പോഴെങ്കിലുമൊക്കെ പോയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഹോംവർക്കുകളപ്പോൾ അവർ പഠിക്കുകയും ചെയ്യും. അവരൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ക്ലാസ്സിലുള്ളതൊന്നും എടുത്തു കൊടുക്കാനൊന്നും അറിയില്ലെങ്കിൽ പോലും അവരുടെ രക്ഷിതാക്കൾ നമ്മളെ വിളിക്കും, ടീച്ചറെ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന് കുറച്ച് കാര്യങ്ങൾ ഹോംവർക്കുകളൊക്കെ കൊടുക്കും ടീച്ചറെ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ വരെ പോയത് കേട്ടോ. അപ്പോൾ അതാ നല്ല മാന്തൾ മീനാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ പുളി മസാലയൊക്കെ കൂട്ടിയിട്ടാണ് പൊരിച്ചിട്ടുള്ളത്. കുറച്ച് കാന്താരിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ല പുളീൻ്റെ പേസ്റ്റിലും ഇങ്ങോട്ട് അരച്ചെടുത്തിട്ട് അതിലാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ചില ആൾക്കാർ വിനാഗിരിയിലൊക്കെ പൊരിക്കൂലേ. അപ്പോൾ ഇങ്ങനെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കണം കേട്ടോ. ഒക്കെ കുറച്ച് ചേർക്കണം, ഒരുപാട് ചേർക്കരുത്. പഴുത്ത കാന്താരി നല്ലോണം അരച്ച് ചേർന്നിട്ടുള്ളതുകൊണ്ട് നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ കുറച്ച് കോവയ്ക്കും കുറച്ച് പയറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറിച്ച് തട്ടിക്കൂട്ടി ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ വീട്ടിൽ പച്ചക്കറി ഉണ്ടാകുമ്പോൾ ഒരു 10 മണി പയറൊക്കെ നടുമ്പോൾ ആ 10 മണി മുരടിലൊന്നും പയറുണ്ടാവില്ല, ഏതെങ്കിലും 1-2 ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒപ്പിച്ചിട്ട് കുറച്ച് കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ബാക്കിലൊരു പ്ലാവ് മരം ഉണ്ടായ്മ കയറിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിമൊന്ന് കുറച്ച് കോവയ്ക്കയും കെട്ടി ഒക്കെ പാടിട്ട് തട്ടിക്കൂട്ട് ഉപ്പേരി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പയറിട്ടിട്ടുള്ള ഉപ്പേരി.
കാരണം ഈ പയറുമണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എലിക്കുട്ടന് എന്താ പറയുക, എലിക്കുട്ടന് ഇഷ്ടമായിരുന്നു. എലിക്കുട്ടനിവിടെ ഇല്ലാത്തതോട് എലിക്കുട്ടനോട് കിട്ടില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ 2 പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് ഞാൻ ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ വേവിച്ച് എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കും. പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ വേവിക്കും കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ വീട്ടിലുണ്ടായ പച്ചക്കറി പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുത്താൽ മതി. നാളികേരം ചതച്ചിടുകയാണെങ്കിൽ അതൊരു ടേസ്റ്റായിരിക്കും. ഞാൻ ഒരാൾക്ക് നാളികേരം ചതച്ചിടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നാളികേരം ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരകിയിട്ടിട്ട് ഇടുക ചെയ്തത്. കാരണം നാളികേരം തീർന്നു പോയി കേട്ടോ. അതുകൊണ്ട് കുറച്ച് നാളികേരം ചിരകിയിട്ട് കൊടുക്കും. പിന്നെ 2 ചെറിയുള്ളിയൊക്കെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അനിയത്തിൻ്റെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇവിടെ ഇവർ പാട്ട് വെച്ചതുകൊണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ട് ഞാൻ മ്യൂസിക് കളഞ്ഞ് ഞാൻ വോയിസ് ഓവർ കൊടുക്കട്ടെ ചെയ്തത്. അപ്പോൾ പുല്ലുകൾക്കിടയിലെ കുഞ്ഞു വീട്ടിൽ ഞാൻ എത്തി. എൻ്റെ അനിയത്തിൻ്റെ കുഞ്ഞു സ്വർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് വീടുണ്ടാവാൻ എല്ലാവരും ദുആ ചെയ്യണേ. വീടില്ലാന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് മനസ്സമാധാനമുള്ളൊരു ജീവിതം അള്ളാഹു തന്നിട്ടുണ്ട്. നമുക്ക് രോഗങ്ങളോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പോൾ അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അല്ലേ. ദുനിയാവിൽ കുറേ സ്വത്തോ മുതലോ അതുപോലെ എല്ലാ കാര്യങ്ങളും അല്ല, നമുക്ക് മനസ്സമാധാനം എന്ന് പറയുന്നതാണല്ലോ ഉണ്ടാകുക വേണ്ടത്. അപ്പോൾ അതുണ്ട്. അപ്പോൾ വീടൊക്കെ അതിൻ്റെ വഴിക്ക് ആയിക്കോളും. അപ്പോൾ ഇത് കാണിച്ചു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ പുല്ലൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക, വല്ല മരുഭൂമിയിൽ ചെന്ന പോലുള്ളൊരു അവസ്ഥയാണ് ഇവിടെ. ഇതാണ് അനിയത്തിൻ്റെ വീടാണിത്. അതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ പുല്ല് ഇതാണ് സംഭവം. ഒരാൾ ഒരു വലിയൊരു ആന വരെ വന്ന് നിന്നാൽ കാണൂല എന്ന് പറയാം. അത്രയും ഉയരത്തിലാണ് ഈ പുല്ലുകൾ നിന്നിട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു വീട് കയറുന്നുണ്ട്. അത് 2 നില വീടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ, അപ്പോൾ ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ ഇനി കുറച്ച് മുറിച്ച് കൊടുക്കാനാണ്. അപ്പോൾ അനിയത്തി ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങിയതാണ് കേട്ടോ വീട് വെക്കാൻ. വീടൊന്നും ആയിട്ടില്ല, അടുത്ത് ആവും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഈ പുല്ല് കാടൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഇത് അവരെ കിണർ കുത്തിയപ്പോൾ കിണറിൽ നിന്ന് കിട്ടിയ മണ്ണാണ് കേട്ടോ, ചകിടി മണ്ണാണ് കേട്ടോ. അവിടെ ഒരു പെണ്ണിരിക്കണം. ആ പെണ്ണിനെ ഞാൻ കാണിച്ചു തരാം. എന്താ പെണ്ണെ എനിക്കിവിടെ പണി? ഊഞ്ഞാലട്ടേ? ആർക്കാടാനാണ് ഈ ഊഞ്ഞാല? ആദ്യം ആടുവോ? അപ്പൊ ഊഞ്ഞാലിട്ടാണോ ആടാനാണ് ഇത്രേ. ഏതായാലും നല്ല രസമുണ്ട് ഊഞ്ഞാല. അപ്പോൾ ഇതാണ് മക്കളെ. ഇഷ്ടമായിട്ടുണ്ടോ? നിങ്ങളെ വീടിൻ്റെ അടുത്തെങ്ങാനും ഇങ്ങനെയുള്ള പുല്ലുകളുണ്ടോ? ഇനി അപ്പുറത്തുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് ഞാൻ ഓളടുത്തേക്ക് വന്നതാണ്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇതിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ ഉണ്ട് പുല്ല്. അപ്പോൾ ഇത് പാവപ്പെട്ടവരുടെ വീടാണ് കേട്ടോ. കാണാനൊന്നും വലിയ ഭംഗിയൊന്നുമില്ല, പാവപ്പെട്ടവരുടെ ഒരു ഏരിയയാണിത്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. വളരെ രസമുള്ള സ്ഥലമല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് ആ പച്ച കളറായപ്പോൾ എനിക്ക് എന്താ പറയുക, വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നല്ല സൂപ്പറായിരുന്നു. പക്ഷെ എനിക്ക് ആ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഇവിടെ ആകെ ഈ പുല്ലാണ്. പുല്ലിൻ്റെ എന്താ പറയുക, എല്ലാം നിറച്ചുണ്ട് ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ ഇതൊരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു വ്യൂ പോയിൻ്റാണ് തോന്നിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചത്. ഇതിൻ്റെ സൈഡിലേക്കൊക്കെ കാണിച്ചു തരാം. അങ്ങോട്ടുണ്ടോ മുകൾക്കൊക്കെ നല്ല എന്താ പറയുക, കാണുന്നുണ്ടോ? പിന്നെ ഈ സൈഡിലുണ്ട്, ഈ ഭാഗത്ത്. അടിപൊളിയല്ലേ, സൂപ്പറല്ലേ? എനിക്കിഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു.
അവിടെ വെക്കട്ടെ. ഞാനിതൊരു സ്റ്റാൻഡ് വെച്ചിരിക്കാണ്. കണ്ടോ, നല്ല പുല്ലുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.